ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ച വിവരം ഞാൻ ഇന്നലെ അറിഞ്ഞപ്പോൾ ഞാൻ കുർബാനയ്ക്ക് പോകുന്ന സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി കുർബാനയ്ക്ക് അർപ്പിച്ചു. അത് കഴിഞ്ഞ് വന്ന് ഞാൻ അദ്ദേഹത്തെ അടുത്തറിയാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോസ് ഇട്ടിരുന്നു. ഒന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ്. അത് ഞാൻ 2018 എഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം. പിന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അഭിമുഖം മലയാളത്തിൽ തർജ്ജമ ചെയ്തിരുന്നു. ആ 2 പുസ്തകങ്ങൾ ഞാൻ ആ പുസ്തകങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇട്ടിരുന്നു. അത് ഫ്രാൻസിസ് മാർപ്പാപ്പ ആരാണെന്ന് അടുത്തറിയാൻ, മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നതും അല്ലാതെ മാർപ്പാപ്പ ആരാണെന്ന് അടുത്തറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ്. അത് ചിലർ തെറ്റിദ്ധരിച്ചു, ചിലർ മാപ്പ് ചോദിച്ചു. അതൊന്നും സാരാക്കേണ്ട കാര്യമില്ല. ഞാൻ സതുദ്ദേശത്തോടു കൂടിയാണ് അതിട്ടത്. ആ പുസ്തകത്തിലെ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം അതിൻ്റെ ഒരു പഠിപ്പുര എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ പുസ്തകത്തിൽ. അത് ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. മാർപ്പാപ്പയായിട്ട് ബെർഗോളി എന്ന് പറഞ്ഞ ആൾ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ദിവസത്തിലെ ആ ചില സംഗതികൾ, വത്തിക്കലിൽ നടന്ന ചില സംഗതികൾ. അത് ഈ പുസ്തകത്തിലെ ആദ്യത്തെ 1-ാമത്തെ അധ്യായം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു ആമുഖമാണ്. എന്തുകൊണ്ട് ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചു എന്നതിനും കൂടിയുള്ള ഉത്തരമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിന്നീടുണ്ടായ സകല സംഗതികൾക്കും അന്ന്, അതായത് 2013 മാർച്ച് 13-ാം തീയതി ഒരു സൂചന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2013 മാർച്ച് 13-ലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ ജീവചരിത്രം എന്ന് പറഞ്ഞ പുസ്തകത്തിലെ പഠിപ്പുര എന്ന് പറയുന്ന അധ്യായമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടുത്തറിയാൻ താല്പര്യമുള്ളവർക്ക് ഇത് കേൾക്കാം. വത്തിക്കാൻ 2013 മാർച്ച് 13 സായംകാലം. പുറത്ത് ചാറ്റൽ മഴയുണ്ട്. അന്ന് ഞാൻ റോമായിലുണ്ട്. ഒരു കോൺഫറൻസ് നടത്താൻ വേണ്ടി, 8 ദിവസത്തെ കോൺഫറൻസ് നടത്താൻ വേണ്ടി ഞാൻ വത്തിക്കാനിലുണ്ട്. വത്തിക്കാനിലല്ല, റോമാ നഗരത്തിലുണ്ട്. വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ 100,000-ഓളം പേർ കടുത്ത ആകാംക്ഷയിൽ പ്രാർത്ഥനയുടെ കൂടെ ചൂടി നിൽക്കുന്നു. പുറത്തെ മഴയിലും വത്തിക്കാനിലെ സിസ്റ്റൻ ചാപ്പലിനുള്ളിൽ ഒരാളുടെ മനസ്സാകെ അമ്പരപ്പ് കൊണ്ട് ചൂട് പിടിച്ചിരിക്കുന്നു. അർജന്റീനയിൽ നിന്നുള്ള കർദിനാൾ ഹോർഗെ മാരിയോ ബെർഗോളിയോ. അതെ, ബെർഗോളിയോയുടെ മനസ്സ് ഉത്കണ്ഠയാൽ കനപ്പെടുകയാണ്. മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിലെ ബാലറ്റുകൾ ഇനിയും ഏറെയുണ്ട് എണ്ണാൻ. അപ്പോൾ തൻ്റെ ചുമലിലൊരു കരം വീഴുന്നതായി കർദിനാൾ ബെർഗോളിയോയ്ക്ക് തോന്നി. അദ്ദേഹം തിരിഞ്ഞ് ആ വശത്തേക്ക് നോക്കി. അതാ സാവോ പൗളോയിലെ മെത്രാപ്പൊലിത്ത കർദിനാൾ ക്ലൗദിയോ ഹ്യൂമസ്. ബെനഡിക്ട് 16 പാപ്പസ്ഥാനത്ത് നിന്ന് വിരമിച്ച ഒഴിവിലേക്ക് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന കർദിനാൾമാരുടെ കോൺക്ലേവിൽ ബെർഗോളിയോയുടെ തൊട്ടരികിൽ ഇരുന്നത് വൈദികരുടെ കാര്യാലയത്തിന്റെ ചുമതല മുമ്പ് വഹിച്ചിരുന്ന കർദിനാൾ ക്ലൗദിയോ ഹ്യൂമസ് ആയിരുന്നു. സാവോ പൗളോ അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയായിരുന്നു പണ്ട് അദ്ദേഹം. ഇപ്പോൾ വിരമിച്ചിരിക്കുന്നു. ബെർഗോളിയുടെ മുഖത്തെ പരിഭ്രമത്തിലേക്ക് പുഞ്ചിരിയോടെ അദ്ദേഹം നോക്കി. ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഹ്യൂമസ് അയൽക്കാരന്റെ തോളിൽ ഒന്ന് അമർത്തി. പിന്നെ അദ്ദേഹം എഴുന്നേറ്റ് ബെർഗോളിയായി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ആ ആശ്ലേഷത്തിലങ്ങ് നിൽക്കുമ്പോൾ കർദിനാൾ ഹ്യൂമസ് എന്തോ പിറുപിറുക്കുന്ന മട്ടിൽ ബെർഗോളിയുടെ ചെവിയിൽ മന്ത്രിച്ചു. ദരിദ്രർ, അവരെ മറക്കരുത്. അതേ, ദരിദ്രർ. ഹ്യൂമസ് ആണോ അത് പറഞ്ഞത്, അതോ മുകളിൽ നിന്നുള്ള ഒരു സ്വരമോ? പെട്ടെന്ന് ബെർഗോളിയുടെ മനസ്സിലേക്ക് കയറി വന്നത് അസീസിയിലെ അത്ഭുത മനുഷ്യൻ ഫ്രാൻസിസ് ആണ്. ഫ്രാൻസിസ് അസീസി. ബെർഗോളിയോ മനസ്സുകൊണ്ട് സിസ്റ്റൻ ചാപ്പലിൽ നിന്നിറങ്ങി ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ഫ്രാൻസിസിന്റെ പിന്നാലെ അസീസിലേക്ക് പോയി. പല പണക്കാരുടെയും മക്കൾ സുഖലോലുപരാണ്. ലാഭേച്ഛ മാത്രം നോക്കി പ്രവർത്തിക്കുന്നവരാണ്. അതൊക്കെ ആ പണക്കാരനും അറിയാം. അതിനാൽ പണക്കാരനായ തൻ്റെ മകൻ സുഖലോലുപനും ധൂർത്തനുമായി ജീവിച്ചപ്പോൾ അയാൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മകൻ ഇടയ്ക്കൊന്ന് തെറ്റ് ചെയ്താൽ ഏതപ്പനാണ് ക്ഷമിക്കാൻ കഴിയാത്തത്? തെറ്റ് ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന മകനോടും ഭൗതിക താല്പര്യങ്ങൾ മാത്രമുള്ള ഒരു അപ്പന് ക്ഷമിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ നന്മ ചെയ്യാനായി ഭ്രാന്തൻ പ്രവൃത്തികൾ മാത്രം ചെയ്യുന്നവനോട് ഏതപ്പനാണ് ക്ഷമിക്കാൻ കഴിയുക? മറ്റുള്ളവരെ സഹായിക്കാനായി സ്വന്തം വസ്തുവകകൾ കൊള്ളയടിക്കുന്ന മകനോട് ക്ഷമിക്കാൻ ലൗകികനായ ഒരു പിതാവിന് കഴിയുമോ? ലോകത്തിലെ സമ്പത്തിനെക്കുറിച്ച് മാത്രം ധ്യാനിച്ചിരുന്ന, പണമുണ്ടാക്കാനുള്ള വഴികളെക്കുറിച്ച് മാത്രം പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്ന വ്യാപാരിയായിരുന്നു ആ അപ്പൻ, പിയത്രോ ദി ബെർണാർഡോൻ. പട്ടുവസ്ത്രങ്ങളാണ് മുഖ്യ വ്യാപാരം. കച്ചവടവുമായി ബന്ധപ്പെട്ട് പാരീസിൽ പോയ സമയത്താണ് ഇറ്റലിയിലെ അസീസിയിൽ വെച്ച് ഭാര്യ പിക്കാതെ ദേ ബുൾമോന്ത് കുഞ്ഞിനെ പ്രസവിച്ചത്. അവൾ അവന് ജിയോവാനി എന്ന് പേരിട്ടു. അങ്ങനെ അവൻ രേഖകളിൽ ജിയോവാനി ദി പിയത്രോ ദി ബെർണാർഡോൻ ആയി. എന്നാൽ അപ്പൻ അവനെ ഫ്രാൻസിസ്കോ എന്നാണ് വിളിച്ചത്. ഫ്രഞ്ച് മനുഷ്യൻ എന്നാണ് അർത്ഥം.
വാണിജ്യ താല്പര്യമായിരുന്നു ഈ പേരുമാറ്റത്തിന് പിന്നിൽ. തന്നേക്കാൾ വലിയ സമ്പന്നനും കോടീശ്വരനുമാകാനുള്ള മകനെ അങ്ങനെയല്ലേ വിളിക്കേണ്ടത് എന്നായിരുന്നു ആ അപ്പന്റെ മനസ്സിൽ. ചെറുപ്പക്കാർ കാണിക്കുന്ന മതിഭ്രമങ്ങൾ തന്റെ മകനിലും പിയത്രോ കണ്ടു. പാട്ടുപാടിയും കവിത ചൊല്ലിയും ദേശാടനം നടത്തുന്ന നാടോടികളാണ് മകന്റെ കൂട്ടുകാർ എന്ന് അദ്ദേഹം അറിഞ്ഞു. അത് ചെറുപ്പത്തിന്റെ അഭിനിവേശം എന്ന് അപ്പൻ സമാധാനിച്ചു. വിദേശ വസ്തുക്കളോടും വൈദേശിക ജീവിത ശൈലിയോടും വർണ്ണശബളമായ വസ്ത്രങ്ങളോടും മകന് ആഭിമുഖ്യം, ചിലപ്പോൾ ആർത്തി തന്നെ. അത് കാണിച്ചപ്പോൾ അപ്പൻ സന്തോഷിച്ചു. പണക്കാരുടെ മക്കൾ അങ്ങനെ ആയിരിക്കണമല്ലോ. സമ്പന്ന കുമാരന്മാരുമായുള്ള മകന് ചങ്ങാത്തവും നല്ലതു തന്നെ. ഉയരങ്ങളിലേക്കുള്ള ചവിട്ടുപടികൾ കയറാനുള്ള മോഹമാണിത്. തൻ്റെ മകൻ വ്യാപാരിയുടെ മനോനിലയുള്ളവൻ തന്നെ എന്ന് ആ അപ്പൻ സമാധാനിച്ചു. പിന്നെ ആ അപ്പന് ചില സംശയങ്ങൾ ഉദിക്കാൻ തുടങ്ങി. മകന്റെ സ്വഭാവം മോശമാകുന്നു എന്ന സന്ദേഹം. അതിന് കാരണമുണ്ട്. പട്ടുവസ്ത്ര വ്യാപാരിയായി അപ്പനെ സഹായിക്കാനാണ് റോമായിലേക്ക് ഫ്രാൻസിസ് പോയത്. അന്നത്തെ വ്യാപാരം നന്നായിരുന്നു. പലതരത്തിലുള്ള വസ്ത്രങ്ങൾ വിറ്റു, വെൽവെറ്റ് വിറ്റു. അപ്പോഴാണ് ഒരു യാചകൻ വല്ലതും തരണേ എന്ന് പറഞ്ഞ് നാറ്റം വമിക്കുന്ന കൈനീട്ടി കടയിലെത്തിയത്. തൻ്റെ വ്യാപാരശാലയിലേക്ക് ഭിക്ഷ യാചിച്ചെത്തിയ ആ പടവൃദ്ധനെ വെറും കൈയോടെ പറഞ്ഞയച്ചു ഫ്രാൻസിസ്. യാചകനെ മൈൻഡ് ചെയ്യാൻ പറ്റാത്തത്ര തിരക്കായിരുന്നു കടയിൽ ഏതോ ഒരു ജോലിക്കാരൻ അയാൾക്ക് ചില നാണയങ്ങൾ കൊടുക്കുന്നതും ആ ഭിക്ഷക്കാരൻ തിരിച്ചു പോകുന്നതും അസീസിലെ ഫ്രാൻസിസ് ശ്രദ്ധിച്ചു. പക്ഷെ തിരക്കഴിഞ്ഞപ്പോൾ താൻ ചെയ്തതെന്തോ മഹാപാപമാണെന്ന മട്ടിൽ ഫ്രാൻസിസ് ആ യാചകനെ തേടി പട്ടണത്തിൽ മുഴുവൻ അലഞ്ഞു നടന്നു. ഏതോ ചേരിയിലെ വൃത്തികെട്ട മനുഷ്യരുടെ ഇടയിൽ തിരഞ്ഞു നടന്നു. ചാളയിലെ മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ നിന്നാണ് അയാളെ കണ്ടെത്തിയത്. ഫ്രാൻസിസ് ഭിക്ഷക്കാരനോട് പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റി. ഈ പണവും വസ്ത്രങ്ങളും നിങ്ങളുടേതാണ്, ഞാനത് മറന്നു. ഇത്രയും പറഞ്ഞ് കടയിൽ ബാക്കിയുണ്ടായിരുന്ന പല പട്ടുവസ്ത്രങ്ങളും അന്ന് കച്ചവടം ചെയ്ത് കിട്ടിയ മുഴുവൻ പണവും ധർമ്മക്കാരന് കൊടുത്തു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ഭിക്ഷക്കാരന്റെ കണ്ണ് തള്ളിപ്പോയി. കൂട്ടുകാർ ആ യുവാവിനെ പരിഹസിച്ചു. അസീസിലെ ഫ്രാൻസിസിനെ നിനക്ക് വട്ടാണെന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്നപ്പോൾ അപ്പന്റെ വക അവനെ പറയാത്ത തെറിയൊന്നുമില്ലായിരുന്നു. പിയത്രയോ പോലെ ഒരു പണക്കാരന്റെ മകന് ചേർന്ന പണിയാണോ ഇത്? ഒരു ഭിക്ഷക്കാരന് പുറകെ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്തൊരു നാണക്കേടാണ് തനിക്കും തന്റെ കുടുംബത്തിന്റെ മകൻ ഉണ്ടാക്കിയത്. തീർന്നില്ല, അക്കൊല്ലത്തെ ഏറ്റവും തിരക്കുള്ള ദിവസത്തെ കടയിലെ വരുമാനം മുഴുവൻ ആ തെണ്ടി പരീക്ഷയ്ക്കാണ് മകൻ എടുത്തു കൊടുത്തത്. എന്താ, തന്റെ മകന് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടോ? ഇതിങ്ങനെ വിടാൻ പറ്റില്ല. തന്റെ മകൻ ഫ്രാൻസിസിനെ നമ്പാൻ കൊള്ളില്ല. വ്യാപാരശാലയിലെ കണക്കുകളിൽ താൻ ദിവസവും മനസ്സിരുത്തിയില്ലെങ്കിൽ പണം ചോരുന്നതിന് കണക്കുണ്ടാവുകയില്ല. അധികം താമസിയാതെ വ്യാപാരശാല അടച്ചുപൂട്ടേണ്ടി വരും. പണം എത്തിച്ചേരുന്നതോ സമൂഹത്തിന് ഒരു ആവശ്യവുമില്ലാത്ത തെണ്ടികളുടെ കയ്യിൽ. പീത്രയുടെ ആശങ്കകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മകന്റെ അടുത്ത തീരുമാനം വന്നു. അസീസി എന്ന നാട്ടുരാജ്യം പെറൂജിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച കാലം. ഇതാ ഫ്രാൻസിസ് സൈനിക സേവനത്തിന് പോകാൻ ഒരുങ്ങിയിരിക്കുന്നു. യുവാക്കൾക്ക് ചേർന്ന വിധം ധീരതയാണ് തന്റെ മകൻ കാണിച്ചത് എന്ന കാര്യം പീത്രയ്ക്ക് അറിയാം. എന്നാൽ ഫ്രാൻസിസിന്റെ മനസ്സിന് ചേർന്നതല്ല ഇത്. പീത്രയുടെ ശങ്ക സത്യമായി. ഫ്രാൻസിസ് യുദ്ധ തടവുകാരനായി പിടിക്കപ്പെട്ടു എന്ന ദുരന്ത വാർത്ത പിയത്രോയെ തേടിയെത്തി. സാരമായി പരിക്കുകളും പറ്റിയിരിക്കുന്നു ഫ്രാൻസിസിന്. വാസ്തവത്തിൽ ഫ്രാൻസിസിന്റെ കണ്ണുകൾ തുറപ്പിച്ച കാലയളവായിരുന്നു കാരാഗ്രഹത്തിലേത്. ഉണ്ണാനും ഉറങ്ങാനും സാധിക്കാത്ത കാലം, ആരും ആരെയും പരിഗണിക്കാത്ത കാലം. മനുഷ്യർ മൃഗങ്ങളെക്കാൾ താഴെയാണോ എന്ന ശങ്ക അങ്കുരിച്ച് മനസ്സിൽ. അല്ല, ചന്തയിൽ വിൽക്കപ്പെടുന്ന വസ്തുക്കളുടെ പോലും വിലയല്ല മനുഷ്യന്. മനുഷ്യൻ, വ്യക്തി, ആൾ, ജീവിതം, ഇങ്ങനൊരു ലോകമേ നിലനിൽക്കുന്നില്ല. ജീവിച്ചിരിക്കുന്നുവെന്നതിനുള്ള തെളിവുകൾ ചില സംഖ്യകളും നമ്പറുകളും മാത്രം. പണത്തിന്റെ കൊഴുപ്പിൽ നിന്ന് യുദ്ധ തടവുകാരനിലേക്കുള്ള വീഴ്ച വല്ലാത്ത പ്രതിസന്ധിയാണ് ഫ്രാൻസിസിൽ ഉണ്ടാക്കിയത്. ഏതാണ് യാഥാർത്ഥ്യം? താൻ ഇതുവരെ ജീവിച്ച ലോകം എവിടെ? താൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയാണോ യാഥാർത്ഥ്യത്തിന്റെ മറുപുറം? പുതിയ അറിവുകളും തിരിച്ചറിവുകളും ഉൾക്കാഴ്ചകളുമായി 1 വർഷം കഴിഞ്ഞു ഫ്രാൻസിസ് നാട്ടിൽ തിരിച്ചെത്തി. എന്നാൽ പഴയ കൂട്ടുകാരും ഉല്ലാസങ്ങളും പണക്കൊഴുപ്പും ഫ്രാൻസിസിനെ പഴയ ആളാക്കി മാറ്റിയെടുത്തു. ആരോ പറഞ്ഞതുപോലെ സത്യമെന്ന കല്ലിൽ തട്ടി പലരും വീഴാറുണ്ടെങ്കിലും ആ കല്ലിന്റെ സത്യം തിരിച്ചറിയാൻ ആരും കാത്തു നിൽക്കാറില്ല. സത്യത്തിന്റെ വെളിപ്പെടൽ വെറും മരീചികയായി അനുഭവപ്പെടുന്നു. അസത്യം വാപ്പൊളിക്കുമ്പോൾ ആ വലിയ വായ്ക്കുള്ളിൽ സത്യം ഒതുങ്ങിപ്പോകുന്നുവോ? സത്യം വെറും സാന്ദർഭികവും അസത്യം ആയുഷ്കാലവുമായി മാറുന്നുവോ? അതോ സത്യം വ്യക്തമായി വെളിപ്പെടാനുള്ള സമയമായില്ലയോ? അതോ സത്യമെന്ന് പറയുന്നത് സത്യത്തെ തേടിയുള്ള അന്വേഷണം മാത്രമാണോ? ഫ്രാൻസിസിന്റെ കണ്ണ് തുറപ്പിക്കാൻ ദൈവത്തിന് പല മാർഗങ്ങളുണ്ടായിരുന്നു. ഇത്തവണ ദൈവം ഉപയോഗിച്ചത് രോഗമാണ്, കലശലായ രോഗം. ജീവന്റെ ഹ്രസ്വതയും ഉറപ്പില്ലായ്മയും ഫ്രാൻസിസിന് എതിരേറ്റു. എളുപ്പം പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള നേരത്തെ ചരടാണോ അത്? എന്താണ് ജീവിതം? എന്താണ് ജീവൻ? എത്ര നാളത്തേക്ക്? ആരുടെയെങ്കിലും കയ്യിലെ കളിപ്പാവയോ മനുഷ്യൻ?
എന്തിനോ വേണ്ടി കറങ്ങുന്ന ഉപകരണമോ യന്ത്രമോ? എന്താണ് ജീവിതം കൊണ്ട് ഒരാൾ നേടുന്നത്? എന്തിനാണ് ഞാൻ ഭൂമിയിൽ ജീവിക്കുന്നത്? എപ്പോഴാണ് മരണത്തിന്റെ കുറി വീഴുക? ഈ വക ചിന്തകൾ നെഞ്ചിൽ തട്ടി ഹൃദയത്തിലേക്ക് കടന്നു. പക്ഷെ ഇത്തവണ കുറി വീണത് മരണത്തിനല്ല, ജീവിതത്തിന് തന്നെ. പക്ഷെ ജീവിതത്തെ വേറൊരു രീതിയിൽ നോക്കിക്കാണാൻ അസീസിലെ ഫ്രാൻസിസ് ആരംഭിച്ചു. പുതിയൊരു പരിപ്രേക്ഷ്യം. അപ്പന്റെ വസ്ത്രവ്യാപാരശാലയിൽ വരുന്നവരെ അവൻ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി. പുതുവസ്ത്രങ്ങളോടുള്ള മനുഷ്യന്റെ കമ്പം കണ്ട് ഫ്രാൻസിസ് വിസ്മയിച്ചു. ചിലപ്പോൾ ഉള്ളിൽ ചിരിയൂറി. ഇടയ്ക്ക് ദൈവവചനം മനസ്സിലേക്ക് കടന്നു വന്നു. വസ്ത്രത്തേക്കാൾ ശ്രേഷ്ഠമാണ് ശരീരം. ലൂക്ക 12:23. ശരീരത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജീവൻ. അപ്പോൾ ജീവനേക്കാൾ ശ്രേഷ്ഠമായതെന്ത്? ആത്മാവോ? അങ്ങനെ എനിക്ക് വീണ്ടും ഒരു യുദ്ധം. രണ്ട് പ്രഭുക്കന്മാർ തമ്മിലാണ് പോരാട്ടം. യുദ്ധരംഗത്ത് പരിചയമുള്ള ഫ്രാൻസിസിനെ തന്റെ സൈന്യത്തിൽ ചേർക്കാൻ ബ്രയൻ പ്രഭുവിന് താല്പര്യം. വീരകഥകളും വീരശൃംഖലകളുമായി മടങ്ങി വരിക വീരയോദ്ധാവേ എന്ന് പറഞ്ഞ് അസീസിലെ ജനങ്ങൾ ഫ്രാൻസിസിന് യാത്രയയപ്പ് നൽകി. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഫ്രാൻസിസ് മടങ്ങി വന്നു. വീരേതിഹാസങ്ങളുമായിട്ടല്ല, ആരും വിശ്വസിക്കാത്ത കഥയുമായി. വഴിമധ്യ തനിക്കൊരു ദർശനമുണ്ടായി. ദൈവം തനിക്ക് പ്രത്യക്ഷപ്പെട്ടു. യുദ്ധവും വിജയവും നിരർത്ഥകമാണെന്ന് ദൈവം തന്നോട് പറഞ്ഞു. തൻ്റെ മകന്റെ വിടുവായത്തം കേട്ട് അരിശം വന്ന പിയത്രോ പറഞ്ഞു, ഇവൻ ശരിയാകില്ല. ഇവൻ തൻ്റെ ചോരയിൽ പിറന്നവൻ തന്നെയോ? ഈ പൊട്ടക്കഥ മറ്റുള്ളവർ പറഞ്ഞ് എന്നെ നാറ്റിക്കാതിരിക്കുമെന്ന് ആ പിതാവ് അവനോട് അപേക്ഷിച്ചു. നാട്ടുകാർ അവനെ കളിയാക്കി പരിഹസിച്ചു. ജൂലിയസ് സീസറുടെ മട്ടിലല്ലേ യുദ്ധം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചത്? പടയൊരുക്കവും പടപ്പുറപ്പാടും കണ്ടപ്പോൾ ഇപ്പോൾ ലോകം മുഴുവൻ കാൽക്കീഴിലാകുമെന്ന് കരുതി. പടക്കളത്തിനടുത്ത് പോലും എത്താതെ അപ്പുറത്തെ കുളത്തിൽ കുളിക്കാൻ പോയതുപോലെ മടങ്ങിയെത്തിയിരിക്കുന്നു. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ രഹസ്യമായി അവനോട് ചോദിച്ചു, എന്താണ് വഴിയിൽ സംഭവിച്ചത്? നീ ഏതെങ്കിലും സുന്ദരിപ്പെണ്ണിനെ വഴിയിൽ കണ്ടോ? നീ അവളെ കെട്ടാൻ തീരുമാനിച്ചോ? അർത്ഥം വെച്ചൊരു മൂളലാണ് ഫ്രാൻസിസിൽ നിന്ന് പുറത്തു വന്നത്. അങ്ങനെ വരട്ടെ, ഞങ്ങൾ ഊഹിച്ചു. ആട്ടെ, അവൾ സുന്ദരിയാണോ? കൂട്ടുകാരെ ശ്വാസമെടുപ്പ് ക്രമാതീതമായി ഉയർന്നു. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ സുന്ദരി. ഏതാണ് ആ പെണ്ണ്? എന്താണ് നിന്റെ പദ്ധതി? കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടോ? ഉണ്ട്, ഫ്രാൻസിസ് പറഞ്ഞു. ഞങ്ങൾ അവളെ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾക്കറിയാവുന്ന പെണ്ണാണോ അവള്? ദേവതയാണവൾ. നിങ്ങൾക്ക് ഭാവനയിൽ കാണാൻ പോലും കഴിയാത്തത്ര സുന്ദരി. അതെ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത വധുവിനെയാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് അവളുടെ പേര്? പേരോ? പേര് പറയൂ, കൂട്ടുകാർ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. പേര് ദാരിദ്ര്യ ദേവത. ദാരിദ്ര്യം എന്ന പെണ്ണാണ് എൻ്റെ വധു, ലേഡി പോവർട്ടി. നിനക്ക് വട്ടായോ? കൂട്ടുകാർ തങ്ങളുടെ ഉത്കണ്ഠം മറച്ചു വെച്ചില്ല. അവർക്ക് യാതൊന്നും മനസ്സിലായില്ല. തങ്ങളുടെ കൂട്ടുകാരന് എന്തോ മാരകമായി സംഭവിച്ചെന്ന് മാത്രം അവർക്ക് തോന്നി. അവരുടെ തോന്നലുകൾ ബലപ്പെടുത്തിക്കൊണ്ട് ഫ്രാൻസിസ് അവരിൽ അകന്നുകൊണ്ടിരുന്നു. അവരുടെ വിനോദങ്ങളിൽ നിന്ന്, വിരുന്നുകളിൽ നിന്ന്, അഭിനിവേശങ്ങളിൽ നിന്ന്. അവർ സമ്മേളിച്ച സ്ഥലങ്ങളിൽ പോലും ഫ്രാൻസിസ് പോകാതായി. പ്രകൃതിയിലേക്കാണ് ഫ്രാൻസിസിന്റെ കണ്ണുകൾ പോയത്. ഇരിപ്പും കിടപ്പും വിജന സ്ഥലത്ത് ഒറ്റയ്ക്ക്. ചിലന്തികളും ഇഴജന്തുക്കളും പാട്ടത്തിനെടുത്ത ഗുഹകളിൽ അതിഥിയായി ഫ്രാൻസിസ് ചെന്നു. മനുഷ്യരെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമില്ലാത്ത ആ ജീവികൾ ആദ്യം സംശയിച്ചു. വരവന്റെ ഉദ്ദേശമെന്ത്? പോറ്റാനോ കൊല്ലാനോ? അവ സാവകാശമാണ് ഫ്രാൻസിസുമായി ചങ്ങാത്തം കൂടിയത്. പിന്നെ ഫ്രാൻസിസ് പോയത് മൃഗങ്ങൾക്ക് വിലക്കെട്ടവരുടെ അടുത്തേക്കാണ്. വിവിധ തരത്തിലുള്ള രോഗം ബാധിച്ചപ്പോൾ പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ടവരിലേക്ക്. പഴയ സൗഹൃദത്തിന്റെ കടപ്പാടിൽ അവനെ തേടിയെത്തിയ പ്രഭുകുമാരന്മാർ ഫ്രാൻസിസിന് പുതിയ കൂട്ടുകാരെ കണ്ടു തള്ളിപ്പോയി. കുഷ്ഠരോഗികൾ, ക്ഷയരോഗികൾ, മനസ്സിന്റെ സമനില തെറ്റിയവർ. അതെ, ഫ്രാൻസിസിന്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. വധു മുമ്പ് കണ്ട സുന്ദരി തന്നെ, ദാരിദ്ര്യ ദേവത. റോമായിലേക്ക് തീർത്ഥയാത്ര. അത് അസീസിലെ വിശ്വാസികൾക്ക് പതിവാണ്. റോമായിലെ പള്ളികളിൽ, തിരുനാളുകളിലും വിശേഷ അവസരങ്ങളിലും തീർത്ഥാടകർ ഏറുമ്പോൾ ഭിക്ഷാടകരും അവിടെ എത്തുക സ്വാഭാവികമാണ്. ഭക്തരുടെ ഔദാര്യത്തിൽ നിന്നാണ് യാചകരുടെ അന്നം കിട്ടുന്നത്. അങ്ങനെ പള്ളികൾ തോറും ഭിക്ഷണം നടത്തിയ ഒരു സംഘത്തിൽ ലക്ഷപ്രഭുവായ പീത്രോയുടെ മകൻ ഫ്രാൻസിസും ചേർന്നു. പത്രോസിന്റെ ബസിലിക്കയിലും ആ സംഘം എത്തി. റോമായിലെ പള്ളികളുടെ മുമ്പിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നവരുടെ കൂട്ടത്തിൽ ചെന്നിരുന്ന് യാചിച്ച് കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കാൻ തുടങ്ങി അസീസിലെ ഫ്രാൻസിസ്. ഭ്രാന്ത് തന്നെ. പക്ഷേ ഇവയെല്ലാം യാഥാർത്ഥ്യം തേടിയുള്ള തീർത്ഥാടനമായിരുന്നു അസീസിലെ ഫ്രാൻസിസിന്. സത്യവുമായുള്ള പരീക്ഷണങ്ങളായിരുന്നു. ശരീരത്തിനെതിരെ മനസ്സിന്റെ പോരാട്ടമായിരുന്നു. മാംസത്തിനെതിരെയുള്ള ആത്മാവിന്റെ സംഘർഷങ്ങളായിരുന്നു. എങ്കിലും ഏകാന്തമായ കപ്പേളകളിൽ ധ്യാനത്തിൽ മുഴുകാനായിരുന്നു അവന് കൂടുതൽ താല്പര്യം. അതായിരുന്നു അവന്റെ ശീലം. അവന്റെ അപ്പന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുരുത്തം കെട്ടവന്റെ ശീലശുദ്ധി ഇല്ലായ്മ. അസീസിലേക്ക് തിരിച്ചെത്തിയ ഫ്രാൻസിസ് ഒരിക്കൽ അടുത്തുള്ള സാൻ ഡാമിയാനോ ഗ്രാമത്തിലേക്ക് പോയി. അവിടെയുള്ള പള്ളിയിൽ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി കയറി. രാത്രിയായിരിക്കുന്നു.
രാത്രിയുടെ മന്ത്രവാദിനി ജീവജാലങ്ങളെല്ലാം മയക്കിക്കിടത്തിക്കൊണ്ടിരിക്കെ ഫ്രാൻസിസ് മാത്രം ഉണർന്നിരുന്നു. മന്ത്രവാദിനിയുടെ ഉറക്കപ്പാട്ട് ഫ്രാൻസിസിനെ ഉറക്കാൻ പര്യാപ്തമല്ലായിരുന്നു. ജാഗ്രതായ ഒരു ഹൃദയത്തെ ഉറക്കാനോ മയക്കാനോ ഒരു മന്ത്രവാദിനിക്കും കഴിയില്ല. പള്ളിയിലെ കുരിശ് രൂപത്തിന് മുമ്പിലാണ് ഫ്രാൻസിസ് ഇപ്പോൾ. അർദ്ധനഗ്നനായ ക്രൂശിന് കീറക്കുപ്പായക്കാരൻ കൂട്ട്. അതീന്ദ്രിയ ധ്യാനത്തിൽ ആ ഇരിപ്പ് ഒരു തപോനിദ്രയിലേക്ക് ഫ്രാൻസിസിനെ കൂട്ടിക്കൊണ്ടുപോയി. അവനൊരു സ്വരം കേട്ടു, ഫ്രാൻസിസ്, ഫ്രാൻസിസ്. തന്നെ ആരോ വിളിക്കുന്നു. വികാരിയച്ഛനാണോ? അവൻ തിരിഞ്ഞു നോക്കി. ആരെയും കണ്ടില്ല. പക്ഷെ ആ സ്വരം വീണ്ടും ഉണ്ടായി. അല്ല, മുന്നിലെ ക്രൂശിത രൂപത്തിൽ നിന്നാണ് ആ സ്വരം വരുന്നത്. അവൻ കാതുകൂർപ്പിച്ചു, ഫ്രാൻസിസ്, എൻ്റെ പള്ളി തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് നീ കാണുന്നില്ലേ? അത് നന്നാക്കുക, അതിൻ്റെ കേടുപാടുകൾ തീർക്കുക, അതാണ് നിന്റെ നിയോഗം. ഫ്രാൻസിസ് ദർശനാവസ്ഥയിൽ നിന്ന് കണ്ണു തുറന്ന് ചുറ്റും നോക്കി. അല്ല, ശരിയാണ്, പള്ളിയാകെ ജീർണിച്ച് താറുമാറായി കിടക്കുന്നു. എന്തേ ഞാനിത് ശ്രദ്ധിച്ചില്ല? ഫ്രാൻസിസ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി. ആകാശത്ത് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. ദൈവത്തിന്റെ വാക്കുകൾ പോലെ തോന്നിച്ചു അവ. മലഞ്ചെരുവിൽ ഇരുട്ടിന്റെയും തണുത്ത ഇളംകാറ്റിന്റെയും ആശ്ലേഷത്തിൽ നിൽക്കുന്ന പള്ളി കീറക്കരിമ്പടം പുതച്ച് കൂനിക്കൂടിയിരിക്കുന്ന ഒരു അഗതിയെ പോലുണ്ട്. തലേ ദിവസത്തെ ദർശനമായിരുന്നു മനസ്സിൽ മുഴുവൻ. പള്ളി പുതുക്കി പണിയണം, നല്ലൊരു തുക വേണം. ഫ്രാൻസിസ് കിട്ടാവുന്ന ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് വീട്ടിലെത്തി. ഏതായാലും വീട്ടിൽ വരാൻ നിനക്ക് മനസ്സ് തോന്നിയല്ലോ, അവൻ്റെ അമ്മ പരിഭവം പറഞ്ഞു. പിയത്രോയ്ക്ക് മകന്റെ മനമാറ്റത്തിൽ സംശയം തോന്നി. എങ്കിലും ഏത് ചെറുപ്പക്കാരനും ഏത് സമയത്തും നന്നാകാൻ അവസരമുണ്ടല്ലോ എന്ന് സമാധാനിച്ചു. 2 ദിവസം വ്യാപാരശാലയിൽ ഫ്രാൻസിസിനെ ഇരുത്തി. 3-ാം ദിവസം അവനെ കാണാനില്ല. കടയിൽ നിന്ന് നല്ലൊരു തുകയും അപ്രത്യക്ഷമായിരിക്കുന്നു. പള്ളിയുടെ നവീകരണം നടത്താനുള്ള പണം അവൻ കണ്ടെത്തിയത് പിതാവിന്റെ മേശവലിപ്പിലാണ്. പിയത്രോയ്ക്ക് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കാനും. അത്രയും തുക അടിച്ചു മാറ്റിയത് ജീവനക്കായിരുന്നെങ്കിൽ വാളൂരി ഒറ്റ വെട്ടിന് കഥ കഴിക്കുമായിരുന്നു. ഇത് തന്റെ മകനായി പോയില്ലേ, തന്തയ്ക്ക് പറക്കാത്തവൻ, ധൂർത്തപുത്രൻ. അതിനാൽ ചമ്മട്ടിയടിയിൽ ഒതുക്കി. അടിമകളെ ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്ന തുകൽ കൊണ്ടുള്ള ചമ്മട്ടിയെടുത്ത് ഫ്രാൻസിസിന്റെ പുറം അടിച്ചു പൊളിച്ചു. പ്രശ്നം അവനും കൊണ്ട് അവസാനിപ്പിക്കാൻ തയ്യാറല്ലായിരുന്നു ആ അപ്പൻ. അസീസിലെ മെത്രാന്റെ മുമ്പിൽ പരാതിയുമായി പിയത്രോ എത്തി. അക്കാലത്ത് ബിഷപ്പുമാർ സിവിൽ നിയമവും കൈകാര്യം ചെയ്തിരുന്ന മജിസ്ട്രേറ്റുമാരായിരുന്നു. പരാതി ഇതാണ്, പോയതൊക്കെ പോയി, അതത്രയും സഹിക്കാം, പക്ഷെ ഇനി ഇത് തുടരാൻ പറ്റില്ല. കണ്ണും വെച്ച് മെത്രാൻ നോക്കിയപ്പോൾ പിയത്രോ ഒന്നുകൂടെ ആവർത്തിച്ചുകൊണ്ട് തീർത്ത് പറഞ്ഞു, ഫ്രാൻസിസ് കൊണ്ടുപോയതൊക്കെ പോയി, ഇനി ഒന്നും കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ഇവൻ തൻ്റെ മകനല്ല, അവൻ ഇനി തനിക്ക് ആരുമല്ല. മെത്രാൻ ഫ്രാൻസിസിനെ ആളയച്ചു വരുത്തി. ശക്തമായൊരു എതിർവാദമാണ് അരമന കോടതി ഫ്രാൻസിസിൽ നിന്ന് പ്രതീക്ഷിച്ചത്. പകരം എല്ലാവരെയും അന്താളിപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെത് യാതൊന്നും എനിക്ക് വേണ്ട. ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ്, അതും വേണ്ട. ഇത്രയും പറഞ്ഞ് വസ്ത്രങ്ങൾ പരസ്യമായി ഉരിഞ്ഞ് അവൻ പിയത്രോയുടെ കയ്യിൽ കൊടുത്തു. തിരിച്ചു പോകാൻ വാതിൽക്കലെത്തി ഫ്രാൻസിസ് തിരിഞ്ഞു നിന്ന് ഭ്രാന്തമായ ആവേശത്തോടെ ഇതുകൂടെ പറഞ്ഞു, ഇനി എൻ്റെ അപ്പൻ പിയത്രോയല്ല, എനിക്കിനി ഒരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. മെത്രനകത്ത് പോയി ഒരു തുണിയുമായി തിരിച്ചു വന്നു. അത് ഫ്രാൻസിസിനെ കൊടുത്ത് അവൻ അനുഗ്രഹിച്ചു. ആ തുണി കൊണ്ട് നഗ്നത മറച്ചു. ഫ്രാൻസിസ് അവിടെ നിന്നിറങ്ങി. അഷ്ടസൗഭാഗ്യങ്ങളിൽ ആദ്യത്തേത് ദരിദ്രരെ ഭാഗ്യവാന്മാർ. അത് ഉൾക്കൊള്ളുന്ന വാഗ്ദാനം വല്ലാത്തൊരു രീതിയിൽ ഫ്രാൻസിസിൽ ആവേശിക്കുകയായിരുന്നു. ഒരു ബാധ പോലെ അത് അദ്ദേഹത്തെ ഇളക്കി മറിച്ചു. വയലിലെ ലില്ലികളെ മാത്രമല്ല ദൈവം കരുതലോടെ പോറ്റുന്നത്, സവിശേഷമായ വിധത്തിൽ മനുഷ്യ മക്കളെ കരുതലോടെ സംരക്ഷിക്കുന്ന കവചമായ ദൈവത്തിലുള്ള ആത്യന്തികമായ ആശ്രയത്വമായിരുന്നു അത്. സോളമന്റെ മിനുസമുള്ള സിൽക്ക് വസ്ത്രത്തെക്കാൾ മോടിയായ വസ്ത്രം കൊണ്ട് വയലിലെ ലില്ലികളെ പോറ്റുന്ന ദൈവത്തിന്റെ അനന്ത നന്മയുടെ പ്രതിനിധിയായി ആ മെത്രാൻ. എല്ലാം വിട്ടെറിയാനുള്ള എളിമ, അങ്ങേയറ്റത്തോളം എത്തുന്ന എളിമ. ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം ശുശ്രൂഷയ്ക്കും സേവനത്തിനുമുള്ള സ്വാതന്ത്ര്യമായിരുന്നു അത്. പ്രേക്ഷിത ദൗത്യത്തിലുള്ള സ്വാതന്ത്ര്യമായിരുന്നു അത്. പ്രഭുഭരണത്തിന്റെ ഫ്യൂഡൽ വ്യവസ്ഥ കടന്നുകൂടിയപ്പോൾ ആന്തരിക സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും പ്രേക്ഷിത ദൗത്യത്തിന്റെ ഊർജം വാർന്നു പോവുകയും ചെയ്ത അന്നത്തെ സഭയ്ക്ക് അതൊരു കുമ്പസാരവും തെറ്റുതിരുത്തൽ നടപടിയുമായിരുന്നു. വിശുദ്ധരാണ് വേദഗ്രന്ഥത്തിന് യഥാർത്ഥ വ്യാഖ്യാതാക്കൾ. വേദത്താളുകളിൽ ചില വാക്യങ്ങളെ കുത്തിത്തുളയ്ക്കപ്പെടുകയും അവയുടെ കടന്നൽക്കുത്ത് അനുഭവിക്കുകയും ആ വേദവാക്യമനുസരിച്ച് ജീവിക്കുകയും ചെയ്ത മനുഷ്യരുടെ ജീവിതം തന്നെയാണ് ആ തിരുവചനത്തിന്റെ അർത്ഥം ഗ്രഹിക്കാനുള്ള എളുപ്പമാർഗം. വേദപുസ്തകത്തിന്റെ വ്യാഖ്യാനം വെറും അക്കാദമിക പ്രവർത്തനമായോ പണ്ഡിതന്മാരുടെ ജോലിയായോ ഇനം ധരിക്കാനോ അതിനെ ശുദ്ധമായി ചരിത്രത്തിലേക്ക് വകഞ്ഞു മാറ്റി തരം താഴ്ത്താനോ സാധ്യമല്ല. ഭാവിയിലേക്കുള്ള ഊക്കും വീര്യവും അടങ്ങിയിരിക്കുന്നതാണ് വേദപുസ്തകം. ആരെങ്കിലും അതിനോട് ജീവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആരെങ്കിലും തിരുവചനത്തിലൂടെ കടന്നു പോകാൻ പാടുപെടുമ്പോഴാണ് അതിന്റെ ഊക്കും ഊർജവും തുറക്കപ്പെടുന്നത്, അതിൽ അടങ്ങിയിരിക്കുന്ന ശക്തി വിശ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അത്തരം ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അസീസിലെ ഫ്രാൻസിസ്. പല മാസങ്ങൾ ഭിക്ഷാടകനായി അലഞ്ഞ് ജീവിച്ചതിന് ശേഷമാണ്
ഫ്രാൻസിസ് സന്യാസത്തിലേക്ക് തിരിഞ്ഞത്. ജീർണാവസ്ഥയിലായ ദേവാലയങ്ങൾ പുനരുദ്ധരിക്കാൻ ദൈവം ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റണമല്ലോ. പണവും സാധന സാമഗ്രികളും ആളുകളിൽ നിന്ന് ഇരന്നു വാങ്ങിയാണ് പള്ളികൾ പുതുക്കിപ്പണിതത്. പട്ടണത്തിൽ നകന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു, പെർച്ചുങ്കല എന്ന പേര്. മലഞ്ചെരുവിലെ ഒരു ഗ്രാമമാണ് അത്. വളരെ ചുരുക്കം ഗ്രാമീണർ മാത്രം പ്രാർത്ഥനയ്ക്കെത്തുന്ന ഒരു കൊച്ചു പള്ളി അവിടെയുണ്ട്. മാലാഖമാരുടെ മറിയം, അതാണ് അവിടുത്തെ പ്രതിഷ്ഠ. ദൈവദൂതന്മാരെ പള്ളി ആയതിനാലാകാം അത് ഇടിഞ്ഞു വീണിട്ടില്ല. അത്ര ദയനീയമാണ് ആ പള്ളിയുടെ അവസ്ഥ. അതിനേക്കാൾ കഷ്ടമാണ് അവിടെയുള്ള വൃദ്ധനായ വൈദികൻ്റേത്. അച്ഛൻ എന്താ കർത്താവിൽ നിദ്ര പ്രാപിക്കാത്തത്, ഇഹലോകവാസം വെടിയാത്തത് എന്ന് ആരും ചോദിച്ചു പോകും. അങ്ങനെ ഒരു എല്ലും കൂടാണ് ആ വൈദികൻ. മാലാഖമാർ താങ്ങിയിട്ടോ ഗ്രാമീണ പ്രാർത്ഥനയുടെ ബലമോ പള്ളിയും വികാരിയും കാലാവധി കഴിഞ്ഞിട്ടും ജീവിക്കുന്നു. ഞായറാഴ്ച പള്ളിയിലെത്തുന്നവരുടെ എണ്ണത്തിൽ ഒരാളുടെയെങ്കിലും കുറവുണ്ടായാൽ തൻ്റെ ജീവൻ ഇപ്പോൾ വിട്ടുപോകുന്ന മട്ടിലാണ് അച്ഛൻ്റെ പാരവശ്യം. ഫ്രാൻസിസ് ആ പള്ളിയിലേക്ക് കയറി ചെന്നു. താൻ തിരിച്ചു പോകുന്നത് വരെയെങ്കിലും അത് ഇടിഞ്ഞു വീടരുതേ എന്ന് ഫ്രാൻസിസ് പ്രാർത്ഥിച്ചു. പിന്നെ വികാരിച്ചനെ കാണാൻ ചെന്നു. പള്ളിയുടെ കാര്യവും ഗ്രാമത്തിൻ്റെ കാര്യവും ചർച്ച ചെയ്യാനാണ് വന്നതെന്ന് പറഞ്ഞു. നമുക്കൊന്ന് ഉത്സാഹിച്ചാലോ? ഫ്രാൻസിസ് വിഷയമെടുത്തിട്ടു. ഈ പള്ളി നമുക്കൊന്ന് പുനരുദ്ധരിച്ചാലോ? വികാരിച്ചൻ്റെ പ്രതികരണം കണ്ട് ആദ്യം ഫ്രാൻസിസ് ഒന്ന് അമ്പരന്നു. അച്ഛൻ തൻ്റെ കുപ്പായത്തിൻ്റെ കൈ മേലോട്ട് തള്ളി തന്നെ തല്ലാനുള്ള ഭാവമാണോ? കുപ്പായ കൈക്കുള്ളിൽ ഉണങ്ങിയ കുരുത്തോല പോലുള്ള സ്വന്തം കയ്യിലെ മസിലിൽ തട്ടിക്കൊണ്ട് പള്ളിയിൽ അച്ഛൻ അത്യുത്സാഹത്തോടെ പറഞ്ഞു, ഞാൻ റെഡി. ചുളുങ്ങി ഞാന ആ തൊലിക്കും അസ്ഥിക്കുമിടയിൽ മാംസം കണ്ടെത്താൻ തന്റെ കൈവിരലുകൾ കൊണ്ട് ശ്രമം നടത്തി പരാജയപ്പെട്ട ഫ്രാൻസിസ് പറഞ്ഞു, കൊള്ളാം, വെടിക്കെട്ട് മസില്, വേറെ ആരും കാണിക്കണ്ട. ആരാച്ചാരുടെ മസില് പോലുണ്ട്. കുപ്പായത്തിനുള്ളിൽ അച്ഛനിത് പുറത്തെടുക്കാതിരുന്നത് നന്നായി. അല്ലെങ്കിൽ പടച്ചോൻ പണ്ടേ കുറെ കല്ലിറക്കി തന്ന് അച്ഛനെ കൊണ്ട് പള്ളി പണിയിപ്പിച്ചേനെ. ഫ്രാൻസിസും ഗ്രാമീണരും അച്ഛനോടൊപ്പം ചേർന്ന് പള്ളി പുതുക്കി പണിതു. ഗ്രാമീണർ പോയി കഴിഞ്ഞാൽ പള്ളിയും പരിസരവും പ്രശാന്തം. പള്ളിക്ക് ഏതോ പൗരാണിക പർണശാലയുടെ പ്രതീതി. ആകാശത്തോട് കുമ്പസാരിച്ച് നിൽക്കുന്ന മല, മരങ്ങളെ മറപറ്റി മേഘങ്ങൾക്ക് ഭൂമിയിലെ മനുഷ്യരുടെ ദുരിതങ്ങളിലേക്ക് നോക്കാൻ മടിയുണ്ടാകും. അവരുടെ പാപങ്ങൾ കാണാൻ വൈമുഖ്യവും. എന്നാൽ പള്ളിയുടെ മുഖവാരത്തിലെ കുരിച്ച് എല്ലാവരെയും ആശീർവദിക്കാൻ ഉയർത്തിയ കൈ പോലെ നിന്നു. സന്ധ്യയുടെ പലതരം പക്ഷികൾ പള്ളിയുടെ ചുറ്റുമുള്ള വൃക്ഷങ്ങളിലെത്തി. ദൈവത്തെ സ്മരിച്ചു. യാമപ്രാർത്ഥന ചൊല്ലുന്ന പോലെ എന്തൊക്കെയോ ചിലച്ചു. സമാധാനം ആശംസിക്കുന്നത് പോലെ പരസ്പരം നോക്കി. പിന്നെ പള്ളിയുടെ രാത്രി ചുമതല വികാരിച്ചിനെ ഏൽപ്പിച്ചിട്ടെന്ന മട്ടിൽ മലഞ്ചെരുവിലേക്ക് പറന്നകന്നു പോയി. മലഞ്ചെരുവിൽ ഇരുട്ട് അവയെ സ്വീകരിക്കാൻ കൈകൾ വിരിച്ചു പിടിച്ചു നിൽപ്പുണ്ടായിരുന്നു. പെർച്ചുങ്കല ഫ്രാൻസിസ് നന്നെ ബോധിച്ചു. അവിടുത്തെ കൊച്ചു പള്ളിയും വികാരിയച്ചനും ഗ്രാമീണരും. മിക്കപ്പോഴും പള്ളിയിലോ മലഞ്ചെരുവിലോ ഫ്രാൻസിസ് കഴിച്ചുകൂട്ടി. പക്ഷികളോടും മൃഗങ്ങളോടും സംസാരിക്കാൻ പഠിച്ചു. എന്നെ നിങ്ങളുടെ ഭാഷ പഠിപ്പിക്കുമെന്ന് ഫ്രാൻസിസ് അവരോട് പറഞ്ഞു. എന്ത് പഠിപ്പിക്കാൻ എന്ന മട്ടിൽ അവ ഫ്രാൻസിസിനെ നോക്കി. ആരും ആരെയും ഭാഷ പഠിപ്പിക്കുകയല്ല, ബന്ധത്തിൽ നിന്ന് ഭാഷ ഉണ്ടാവുകയാണ്. അവരുടെ ബന്ധം വല്ലാത്തൊരവസ്ഥയിലെത്തി. ദിവസവും ഫ്രാൻസിസിനെ കണ്ടില്ലെങ്കിൽ ഉറക്കം ശരിയാവില്ല എന്ന നിലയിലേക്ക് എത്തി പക്ഷിമൃഗാദികൾ. ഏറ്റവും വിസ്മയം മൃഗങ്ങളിലുണ്ടായ മാറ്റമാണ്. കുരങ്ങനും കുറുക്കനും കുടുംബസമേതം ഫ്രാൻസിസിനെ സന്ദർശിക്കുമായിരുന്നു. ഫ്രാൻസിസിന്റെ കൗൺസിലിങ്ങിന് ശേഷമാണ് മടങ്ങുക. സ്വഭാവം മാറ്റാൻ കഴിയില്ല എന്ന് വിചാരിച്ച പല കുരങ്ങന്മാരുടെയും സ്വഭാവം മെച്ചപ്പെട്ടു. ചില കുറുക്കന്മാരുടെ ശീലശുദ്ധിയില്ലായ്മയൊക്കെ മാറി. സമയക്കുറവ് മൂലം ഗ്രാമീണർക്കും പക്ഷിമൃഗാദികൾക്കുമുള്ള ക്ലാസുകൾ ഒന്നിച്ചാക്കി ഫ്രാൻസിസ്. പ്രകൃതിയോടൊപ്പം ഞായറാഴ്ച കുറവുകൾ പങ്കെടുക്കുകയായിരുന്നു ഫ്രാൻസിസ്. വയസ്സനച്ചൻ ബൈബിൾ തുറന്ന് സുവിശേഷം വായിച്ചു. നിങ്ങൾ എല്ലായിടത്തും പോയി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നെന്ന് പ്രഘോഷിക്കുവിൻ. ദാനമായി കിട്ടി ദാനമായി കൊടുക്കുവിൻ. നിങ്ങൾ അരപ്പെട്ടിയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ വേണ്ട. കുർബാന കഴിഞ്ഞിട്ടും ഫ്രാൻസിസിന് വെളിവുണ്ടായില്ല. യേശു തന്നോടല്ലേ ഇത് സംസാരിച്ചത്? തൻ്റെ ദൗത്യം പള്ളി പുതുക്കി പണിയൽ മാത്രമല്ലെന്നല്ലേ യേശു പറഞ്ഞത്? ധ്യാനവും പ്രാർത്ഥനയും പോരാ എന്നല്ലേ ഇതിനർത്ഥം? ലോകത്തിന്റെ തെരുവുകളിലേക്ക് ഇറങ്ങിത്തിരിക്കണമെന്നും സുവിശേഷം പ്രഘോഷിക്കണമെന്നും യേശു തന്നോടല്ലേ പറഞ്ഞത്? ഏറെ നേരത്തെ ധ്യാനത്തിന് ശേഷം ഫ്രാൻസിസിന് അക്കാര്യം പിടികിട്ടി. പള്ളി നന്നാക്കുക എന്ന് യേശു തന്നോട് പറഞ്ഞത് പള്ളിക്കെട്ടിടങ്ങൾ പുതുക്കിപ്പണിയുക എന്ന അർത്ഥത്തിലല്ല, സഭയെ നവീകരിക്കുക എന്ന അർത്ഥത്തിലാണ്. സ്വന്തമായി ഉണ്ടായിരുന്നത് ഉടുവസ്ത്രവും ചെരുപ്പമാണ്. ചെരുപ്പ് ഉപേക്ഷിച്ചു. മിനുസമുള്ള ഉടുവസ്ത്രം മാറ്റി പരുക്കൻ തുണിയെടുത്തു. നഗ്നപാതനായി ഊന്നുവടിയോ ഭിക്ഷാപാത്രമോ ഇല്ലാതെ ഫ്രാൻസിസ് സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങിത്തിരിച്ചു. ഇരുന്ന് കെട്ടിയ ഭക്ഷണവും വെള്ളവും കൊണ്ട് ശരീരത്തിൽ ജീവൻ നിലനിർത്തി. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചു. അദ്ദേഹം കഴിഞ്ഞില്ല. ചിലർ പരാതികളുമായി മുന്നോട്ട് വന്നു. വൈദികനല്ലാത്ത ഫ്രാൻസിസിന് സുവിശേഷം പ്രസംഗിക്കാൻ അനുവാദമുണ്ടോ? അദ്ദേഹത്തിന് ആ അധികാരം കൊടുക്കരുതെന്ന് ചില മെത്രാൻ ഉപദേശിച്ചു. എന്നാൽ ഫ്രാൻസിസിന്റെ ജീവിത രീതിയും പ്രസംഗങ്ങളും പരിശോധിച്ച മെത്രാൻ സുവിശേഷ പ്രചാരണം തുടരാൻ ഫ്രാൻസിസിനെ അനുവദിച്ചു. താമസിയാതെ മറ്റൊരു വിസ്മയമുണ്ടായി.
പട്ടണത്തിൽ പ്രമുഖന്മാരിൽ ഒരുവനും ന്യായാധിപനുമായ ബെർണാർഡോ ദി ക്വിൻഡോവലെ ഫ്രാൻസിസിന്റെ കൂടെ കൂടി. ഫ്രാൻസിസിന്റെ ആദ്യത്തെ ശിഷ്യൻ. തന്റെ സമ്പാദ്യമെല്ലാം ദരിദ്രർക്കായി വീതിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഫ്രാൻസിസിന്റെ ശിഷ്യത്വം സ്വീകരിച്ചത്. ഒരു വർഷത്തിനുള്ളിൽ ഫ്രാൻസിസിന് അനുയായികളുടെ എണ്ണം 11 ഫ്രയേഴ്സ് മൈനർ എന്നാണ് അവർ തങ്ങളെ തന്നെ വിളിച്ചത്. അപ്രധാന സഹോദരന്മാർ. അസീസിക്കടുത്തുള്ള റിവോ ടോട്ടോയിൽ മുമ്പ് കുഷ്ഠരോഗികൾ താമസിച്ചിരുന്ന ഒരു കെട്ടിടത്തിൽ അവർ താമസമാക്കി. സുവിശേഷ പ്രഘോഷം കഴിഞ്ഞ ആ കെട്ടിടത്തിലെത്തുമ്പോൾ അത് സംഗീത ഗ്രഹം പോലെയോ നൃത്തശാല പോലെയോ ആയി മാറുന്നു. പ്രാർത്ഥനകളും സങ്കീർത്തനങ്ങളും അന്തരീക്ഷത്തെ മുഖരിതമാക്കി. ആനന്ദം അവിടെ കളിയാടി. എല്ലാം ഉപേക്ഷിച്ചവർ, ഒന്നും സ്വന്തമായിട്ടില്ലാത്തവർ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും മറ്റുള്ള ഔദാര്യത്തിനായി കൈനീട്ടുന്നവർ, എന്നിട്ടും അവരെപ്പോഴും സന്തോഷവാന്മാരും ഉല്ലാസവാന്മാരുമായിരുന്നു. സംഘങ്ങളായി തിരിഞ്ഞ് പാടിയും ആടിയും അവർ സുവിശേഷം പ്രസംഗിക്കാൻ പോയി. തിരിച്ചെത്തുമ്പോൾ തമാശകളും പൊട്ടിച്ചിരികളും അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇല്ലായ്മയെ, ദാരിദ്ര്യത്തെ അവർ ആനന്ദമായി മാറ്റുകയായിരുന്നു. പ്രാർത്ഥനയെ സന്തോഷത്തിന്റെ വിനിമയമായി രൂപാന്തരപ്പെടുത്തുകയായിരുന്നു. അവരുടെ ദൈവസ്തുതികൾ മലനിരകൾ കയറി ആകാശത്തേക്ക് ഗമിച്ചു. പിന്നെ ഒരു ദിവസം ഒരു യുവതിയെ എതിരിടേണ്ടി വന്നു ഫ്രാൻസിസിന്. വാസ്തവത്തിൽ ആ യുവതിയുടെ പടപ്പുറപ്പാട് ഒരു രാത്രിയിലായിരുന്നു. കൂട്ടുകാരെയും കൂട്ടി അവൾ നേരെ പോയത് ഫ്രാൻസിസ് എന്ന ഭ്രാന്തൻ നർത്തകന്റെ കൂടാരത്തിലേക്കാണ്. ഭ്രാന്തൻ നർത്തകൻ ചോദിച്ചു, ഫേവറിന പ്രഭുവിന്റെ മകൾക്ക് നഗ്നപാതയായി നടക്കാനാവുമോ? കഴിയും, സുന്ദരിയായ യുവതി പറഞ്ഞു. വിശന്ന് വലഞ്ഞ് ഭിക്ഷ യാചിക്കാനാവുമോ? കഴിയും. കുഷ്ഠരോഗികളെ കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് ആലിംഗനം ചെയ്ത് അധരങ്ങൾ ചുംബിക്കാനാവുമോ? ഉവ്, കഴിയും. ദിവ്യ നർത്തകൻ പറഞ്ഞു, ഇല്ല, നിനക്കാവില്ല. അവൾ പറഞ്ഞു, എനിക്ക് കഴിയും. സമ്പത്തിന് ധാരാളിത്തം മാത്രമല്ല പ്രഭുകുമാരിക്ക് വശം. ദാരിദ്ര്യം, നിന്ദനം, നഗ്നത എന്നിവയുടെ ധൂർത്തം എനിക്കാകും. പുരുഷന്മാരെ പോലെ സ്ത്രീകളും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അവരുടെ ആത്മാക്കളെക്കുറിച്ച് അങ്ങെന്തിന് നിശബ്ദനാകുന്നു? ദൈവത്തെ പ്രാപിക്കാൻ സ്ത്രീകൾ പോകേണ്ടത് മറ്റൊരു വഴിക്കാണ്. വിവാഹം കഴിച്ച് മക്കളെ പ്രസവിച്ച് സ്ത്രീകളുടെ നന്മ പൂവിടേണ്ടതും ഫലമണിയേണ്ടതും മരുഭൂമിയിലെ തരിച്ചിലല്ല, പുരുഷന്റെ സ്നേഹോഷ്മളതയിലാണ്. സ്ത്രീകളുടെ നന്മയ്ക്ക് അതിര് കൽപ്പിക്കുന്നത് ഗ്രന്ഥങ്ങളാണ്. നന്മ എവിടെയായാലും പൂക്കും. സുന്ദരിയുടെ ശക്തമായ മറുപടി. ഞാൻ പറയുന്നതിനൊക്കെ തർക്കുത്തരം പറയാൻ നിന്നെ പഠിപ്പിച്ചതാരാണ്? ദിവ്യനർത്തകന്റെ ചോദ്യം. പിന്നെയും എൻ്റെ ഹൃദയം ഒട്ടും അമ്പരപ്പ് കൂടാതെ ആ സുന്ദരി പറഞ്ഞു. തലമുറകൾക്ക് വേണ്ടി നൊമ്പരപ്പെടുന്നവർ ലളിത ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന ചിന്ത തലയ്ക്ക് പിടിച്ച സുന്ദരി. നിയോഗങ്ങൾ അഗ്നിയുമായി ഫ്രാൻസിസിനെ പിഞ്ചുന്ന ക്ലാര. ദിവ്യനർത്തകന് ചേർന്ന ദിവ്യമായ കനൽ. അസീസിലെ പ്രഭുകുമാരി. ക്ലാരയെ മടക്കിക്കൊണ്ടുവരാൻ അവരുടെ കുടുംബം നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. ക്ലാരയുടെ സഹോദരിയും ഫ്രാൻസിസിന്റെ കൂടെ ചേർന്നു. യേശുവിന് വേണ്ടിയുള്ള ദാരിദ്ര്യം ആളുകൾ പേടിപ്പിക്കുന്ന ഒന്നല്ല, ആകർഷിക്കുന്ന ഒന്നാണ്. എവിടേക്കെന്നില്ലാതെ ഫ്രാൻസിസ് ഇറങ്ങി തിരിച്ചാൽ ചിലപ്പോൾ മറുനാടുകളിൽ വരെ എത്തും. മടങ്ങിയെത്തുന്നത് മാസങ്ങൾക്ക് ശേഷമായിരിക്കും. താൻ തീരെ അവഗണിക്കുകയും എന്നാൽ തന്നെ വഹിക്കുകയും ചെയ്യുന്ന ശരീരത്തെ ഫ്രാൻസിസ് സഹോദരൻ കഴുത എന്നാണ് സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. ദുർഘടമായ യാത്രകൾ ആ കഴുതയെ പീഡിപ്പിക്കുകയായിരുന്നു. പരാതിയില്ലാതെ അത് ഫ്രാൻസിസിനെ ചുമന്നു. അങ്ങനെ ഒരു ദേശാടനത്തിന് ശേഷം 1221 ഫ്രാൻസിസ് മടങ്ങിയെത്തിയപ്പോൾ ഫ്രയർമാരുടെ എണ്ണം ഏകദേശം 5000 ആയിരുന്നു. സഭയിൽ ചേരാൻ ആഗ്രഹിച്ച് അപേക്ഷ നൽകിയിരുന്നവരായി 500 പേർ വേറെയും. പക്ഷേ ഫ്രയർമാരുടെ ഇടയിൽ ദാരിദ്ര്യത്തിന്റെ കാർക്കച്ചും വളരെ കുറഞ്ഞിരുന്നു. ഭിക്ഷ യാചിക്കാതെ തന്നെ ഫ്രയർമാർക്കും സംഘത്തിൽ ചേരാൻ ആഗ്രഹിച്ചെത്തുന്നവർക്കും നല്ല വിധത്തിൽ ഭക്ഷണം മുടങ്ങാതെ ലഭ്യമാകത്തക്കവണ്ണം പൊതുജനങ്ങൾക്ക് അവരിലുള്ള താല്പര്യം വർദ്ധിച്ചിരുന്നു. തന്റെ സംഘത്തിലെ നിയമങ്ങൾക്ക് അയവ് വന്നതിനാലും ആയിരക്കണക്കിന് അംഗങ്ങളുടെ സംഘത്തിന് നേതൃത്വം കൊടുക്കാനുള്ള വൈഭവം തനിക്കില്ലെന്ന് തോന്നിയതിനാലും ഫ്രാൻസിസ് സംഘത്തിന്റെ നേതൃസ്ഥാനം ഒഴിഞ്ഞു. കറ്റാനിയോക്കാരൻ പീറ്ററിനെയാണ് നേതൃത്വം ഏൽപ്പിച്ചത്. എന്നാൽ 1 വർഷം തികയും മുമ്പേ പീറ്റർ ലോകം വിട്ടു. പിന്നീട് ഭാരം ബ്രദർ ഏലിയാസിനായി. തന്റെ ശിഷ്യന്മാർക്ക് ഉപദേശങ്ങൾ നൽകുന്ന രീതി ഈ ഘട്ടത്തോടെ ഫ്രാൻസിസ് അവസാനിപ്പിച്ചു. പ്രവൃത്തികളിൽ അവർക്ക് മാതൃകയാണ് അദ്ദേഹം ചെയ്തത്. ഫ്രാൻസിസിന് ഒരു സന്യാസമുഖം തുടങ്ങാൻ താല്പര്യമില്ലായിരുന്നു. വചനം നവമായി കേൾക്കാനായി ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പിന്നെ വീണ്ടും ഒരു ദേശാടനം. കുറെ നാളുകൾക്ക് മുമ്പേ ആശ്രമത്തിൽ ഇറങ്ങിപ്പോന്നതാണ് ഫ്രാൻസിസ്. ഒരു വെള്ളിയാഴ്ച രാത്രി ബ്രദർ ലിയോയുടെ കൂടെ ഫ്രാൻസിസ് ആശ്രമത്തിലേക്ക് തിരിച്ചു നടക്കുകയായിരുന്നു. പെറൂജി എന്ന സ്ഥലത്തു നിന്നും സാൻ ഡാമിയായിലെ ആശ്രമത്തിലേക്കുള്ള മടക്കയാത്ര. മഞ്ഞ് വീഴാൻ തുടങ്ങിയിരിക്കുന്നു. വല്ലാത്ത ഇരുട്ട്, മരം കൊച്ചും തണുപ്പ്. കീറി തുടങ്ങിയ കാഷായ വസ്ത്രം മാത്രമേ ഉള്ളൂ. അതൊന്നും ഫ്രാൻസിസിന് പ്രശ്നമല്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ വേറെ ചില കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഭ്രാന്തിൽ പങ്കുചേരാൻ ധാരാളം ആളുകൾ വന്നിരിക്കുന്നു. ഇപ്പോൾ ആശ്രമത്തിൽ 5000-ലധികം അംഗങ്ങളുണ്ട്. അവർക്ക് അധികാരികളുണ്ട്, നിയമങ്ങളുണ്ട്.
ആശ്രമത്തിൽ അച്ചടക്കം കൊണ്ടുവന്നിരിക്കുന്നു. ചിട്ടകൾ വന്നു, ശിക്ഷണം വന്നു, എല്ലാത്തിനും സമയം നിശ്ചയിക്കപ്പെട്ടു. പ്രാർത്ഥനയ്ക്ക്, പഠനത്തിന്, ജോലിക്ക്, പിന്നെ ഊഴമനുസരിച്ച് വാതിലിന് കാവൽക്കാർ. തന്റെ പദ്ധതി താളം തെറ്റുന്നുവോ എന്ന് പോലും ഫ്രാൻസിസിന് ശങ്കയായി. ഇവയുടെ സുരക്ഷിതത്വം ഇട്ടെറിഞ്ഞു പോന്നതല്ലേ ഞാൻ? അതിനേക്കാൾ ഫ്രാൻസിസിന് പിടികൂടിയത് മറ്റൊരു പേടിയാണ്. താൻ ഇറങ്ങി പോകുന്ന ആശ്രമത്തിൽ എല്ലാവർക്കും തന്നെ ബഹുമാനമാണ്. പക്ഷേ തന്നെ ആർക്കും വേണ്ട. തന്റെ കടുത്ത ജീവിത രീതി ആർക്കും വേണ്ട. കഠിനമായ ദാരിദ്ര്യം കൊണ്ട് എന്ത് നേടാൻ എന്നാണ് അവരുടെ ചിന്ത. യേശു ഇതൊന്നും ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്നൊരു ന്യായവും. അത് വലിയൊരു പേടിയായി ഫ്രാൻസിസിനെ കടന്നു പിടിച്ചു. അങ്കലാപ്പ് പിടികൂടിയാൽ ഫ്രാൻസിസിനുള്ളിലെ ഭൂതം പുറത്തു ചാടും. ബ്രദർ ലിയോ അത് മുമ്പ് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ലിയോ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. ഫ്രാൻസിസ് ഉറച്ച സ്വരത്തിൽ വിളിച്ചു, ബ്രദർ ലിയോ. എന്തോ എന്ന് പറയാനുള്ള സാവകാശം പോലും നൽകാതെ ഫ്രാൻസിസ് പറഞ്ഞു, ഇപ്പോൾ തന്നെ ഞാൻ പറയുന്നത് എഴുതി വയ്ക്കൂ. നിന്റെ ഭ്രാന്ത് പരിധി വിട്ടോ എന്ന് ചോദിക്കണമെന്ന് ലിയോയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ധൈര്യം പോരാ. രാത്രി, ഇരുട്ട്, മഞ്ഞ്, തണുപ്പ്, ഇപ്പോഴാണോ എഴുത്ത്? അപ്പോഴേക്കും ഫ്രാൻസിസ് പറഞ്ഞു തുടങ്ങി, നമ്മുടെ സഹോദരന്മാർ ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കുകയും ലോകം മുഴുവൻ മാനസാന്തരപ്പെടുകയും ചെയ്താലും അതല്ല പരിപൂർണ സന്തോഷം. ബ്രദർ ലിയോ അത് കുത്തിക്കുറിക്കാൻ തുടങ്ങി. വീണ്ടും ഫ്രാൻസിസ് ആകാശത്തു നിന്നുള്ള അശരീരി പോലെ പറഞ്ഞു, നമ്മുടെ സഹോദരന്മാർ ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കുകയും കൃപയുടെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുകയും സാത്താൻ എന്നേക്കുമായി ബന്ധിക്കപ്പെടുകയും നരകത്തിന്റെ കവാടങ്ങൾ എന്നേക്കുമായി അടയ്ക്കപ്പെടുകയും ചെയ്താലും അതല്ല പരിപൂർണ സന്തോഷം. പിന്നെ എന്തേ വാക്കുകൾ കിട്ടുന്നില്ലേ? വാചകമടിയായിരുന്നോ? രാത്രി വലിയ ആവേശത്തോടെ വീമ്പിളക്കൻ ആലോചിച്ചപ്പോൾ ഓർക്കണമായിരുന്നു. ലിയോ ഇങ്ങനെ ചിന്തിച്ചപ്പോഴേക്കും ഫ്രാൻസിസിന്റെ വിറയാർന്ന ചുണ്ടുകൾ ചലിക്കാൻ തുടങ്ങി. പിന്നെ ഇന്ന് രാത്രി നാം സാൻ ഡാമിയാൽ എത്തുകയും അവിടെയുള്ളവർ നമ്മെ തിരിച്ചറിയാതിരിക്കുകയും അവർ നമ്മെ തെരുവ് പട്ടികളെ പോലെയും തെണ്ടികളെ പോലെയും കരുതുകയും ഈ ഇരുട്ടിലേക്ക് നമ്മെ തള്ളിയിടുകയും ചെയ്താൽ അതായിരിക്കും പരിപൂർണ സന്തോഷം. കാരണം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, കുരിശിൽ മാത്രമാണ് നിന്റെ മഹത്വം. പണ്ട് കുഷ്ഠരോഗി ആലിംഗനം ചെയ്ത ഫ്രാൻസിസ് ഇപ്പോൾ സ്വന്തം ഭയത്തെ വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിക്കുന്നത് ആ ഇരുട്ടിലും ബ്രദർ ലിയോ കണ്ടു, ഈറനണിഞ്ഞ കണ്ണുകളോടെ. പുലർച്ചയോടെ അവർ ആശ്രമത്തിലെത്തി. അവരെ മുൻപരിചയമില്ലാത്ത ആരോ ആണ് അന്ന് വാതിലിന് കാവല്. നേരം പുലരുന്നതിന് മുമ്പേ വാതിൽ മുട്ടുകെട്ട കാവൽക്കാരന് ഉറക്കം നഷ്ടപ്പെട്ടതിൽ ദേഷ്യം. ഇത്ര നേരത്തെ ആരാണ് ശല്യപ്പെടുത്തുന്നത്? ഇവറ്റകൾക്കൊന്നും ഉറക്കമില്ലേ? ഒന്ന് കണ്ണടഞ്ഞ് വരുമ്പോഴേക്കും ഇതാ വീണ്ടും വാതിൽ മുട്ട്. കയ്യിൽ കയറിയ കാവൽക്കാരൻ വാതിൽ തുറന്ന് ഒറ്റ ചവിട്ട്. വഴിപോക്കർ രണ്ടും നിലത്ത് വീണു. അവർ ശരീരത്തിന് മീതെ ഹിമകണങ്ങൾ വീണുകൊണ്ടേയിരുന്നു, ആകാശത്തു നിന്നുള്ള പുഷ്പവൃഷ്ടി പോലെ. ആ നാട്ടിൽ അങ്ങനെയാണ്. നനച്ചിരിക്കാത്തപ്പോൾ മഞ്ഞ് വീഴാൻ തുടങ്ങും. നേരം വെളുത്തു. തലേദിവസം എവിടെയോ പോയി തിരിച്ചു വന്ന രണ്ട് സഹോദരന്മാർ കവാടത്തിലെത്തിയപ്പോൾ കണ്ടത് ചെറിയൊരു മഞ്ഞുമല. അവർ കളിമട്ടിൽ കാലുകൊണ്ട് മഞ്ഞമല തട്ടിത്തെറിപ്പിച്ചു. ആകെ ചോരമയം. ഫ്രാൻസിസിന്റെയും ലിയോയുടെയും ചർമ്മവും മഞ്ഞുമലയോടൊപ്പം അടർന്നു പോയിരുന്നു. കുരിശിൽ മാത്രമാണ് നിന്റെ മഹത്വം. ലിയോയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുകയായിരുന്നു. പിന്നത്തെ ദേശാടനം കിഴക്കൻ മലകളിലേക്കാണ്. മടങ്ങിയെത്തിയപ്പോഴാണ് ബൊളോഞ്ഞയിൽ സന്യാസിമാർക്ക് വേണ്ടി സാമാന്യം വലിയൊരു ഭവനം നിർമ്മിക്കപ്പെട്ടതായി ഫ്രാൻസിസ് അറിഞ്ഞത്. വലിയ കെട്ടിടത്തിലേക്ക് കയറാൻ ഫ്രാൻസിസ് കൂട്ടാക്കിയില്ല. അതോടെ ശിഷ്യന്മാർ ഭവനം വിട്ട് പുറത്തു വന്നു. കെട്ടിടം സന്യാസിമാരുടേതല്ലെന്നും രൂപതയുടേതാണെന്നും കർദിനാൾ ഉഗോളിനെ പ്രഖ്യാപിച്ച ശേഷമാണ് ഫ്രാൻസിസ് അവിടെ കയറാൻ തയ്യാറായത്. പുസ്തകങ്ങളിൽ നിന്ന് സന്യാസിമാർ വിജ്ഞാനം ആർജിക്കുന്നതിനോട് ഫ്രാൻസിസിന് എതിർപ്പില്ലായിരുന്നു. എന്നാൽ അതുമാത്രം പോരല്ലോ, മറ്റുള്ളവരിൽ നിന്നും പ്രകൃതിയിൽ നിന്നും അറിവ് നേടുന്നതിലാണ് അദ്ദേഹത്തിന് താല്പര്യം. പ്രകൃതിയും അനുഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകർ. പണ്ഡിതോചിതമായി വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ രചിക്കാനുള്ള ദൈവത്തിന്റെ വിളിയുടെ ഗൗരവത്തിനും പ്രസക്തിക്കും കോട്ടം തട്ടാതെ തന്നെ തിരുവചനങ്ങൾക്ക് പുതിയ തരത്തിൽ കാതോർക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ആത്മീയാനുഭവങ്ങളെ മഹാസാഗരങ്ങളിൽ നീന്തുന്ന മത്സ്യമായിരുന്നു ഫ്രാൻസിസ്. കരയിലുള്ളവർക്ക് ആ ആഴങ്ങൾ അറിയാനാവില്ല. ചിലരൊക്കെ കടലിലേക്ക് കുറച്ചു ദൂരം കുറച്ച് ആഴത്തിൽ നീന്തും. ഫ്രാൻസിസ് പോയ ആഴങ്ങളിലേക്ക്, വിദൂരതകളിലേക്ക് തീരെ ചുരുക്കം പേർക്കേ പോകാനാവൂ. 1224 ഓഗസ്റ്റ് മാസം. ഫ്രാൻസിസിന് 42 വയസ്സ്. സെപ്റ്റംബർ 8, 14, 29 3 വലിയ തിരുനാളുകൾ. സെപ്റ്റംബർ 8 അമലോത്ഭവ തിരുനാൾ, 14 വിശുദ്ധ കുരിശിന്റെ പുകഴ്ച, 29 മുഖ്യദൂന മിഖായലിന്റെ തിരുനാൾ. ഈ 3 തിരുനാളിനും ഒരുക്കമായി 40 ദിവസത്തെ ഉപവാസത്തോടു കൂടിയ പ്രാർത്ഥനയാകാം എന്ന് ഫ്രാൻസിസ് കരുതി. ടൈബർ നദിക്കും ആർണോ നദിക്കും ഇടയിലുള്ള ഉയർന്ന പാറക്കൂട്ടമായ ലാവർണയിൽ അൽവേർണിയ ഫ്രാൻസിസ് എത്തി. ഒപ്പം 5 ശിഷ്യന്മാരും. യേശുവിന്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചുള്ള അഗാധ ധ്യാനത്തിൽ ഫ്രാൻസിസ് മുഴുകി.
ഒരുപക്ഷെ ഫ്രാൻസിസിനെ പോലെ സ്വയം വെടിഞ്ഞ് യേശുവിനോട് സാമ്യപ്പെടാൻ ശ്രമിക്കുന്ന ഒരു വിശുദ്ധനല്ലാതെ ആർക്കും യേശുവിന്റെ പീഡകളെ അവിടെ ആഴത്തിൽ സ്വന്തമാം അനുഭവമാക്കി മാറ്റാൻ സാധിക്കില്ല. അത്രമേൽ ആഴമേറെ ദാതാത്മ്യത്തിന്റെ പ്രത്യക്ഷ ചിഹ്നം ഫ്രാൻസിസിന് നൽകാൻ ദൈവം തീരുമാനമായി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദൈവം അത് നൽകുന്നത്. സെപ്റ്റംബർ 14 വിശുദ്ധ കുരിശന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനത്തിൽ ആ അത്ഭുതം നടന്നു. ഫ്രാൻസിസിന്റെ സന്തോഷ സഹചാരി ബ്രദർ ലിയോ ആ അത്ഭുത സംഭവത്തിന് സാക്ഷിയായി. ആ സംഭവം ഒന്ന് സങ്കല്പിക്കാൻ ശ്രമിക്കുന്നതന്നെ സ്തോഭജനകമാണ്, അമ്പരപ്പുണ്ടാക്കുന്നതാണ്. രാത്രിയുടെ ഉത്തരയാമങ്ങളിൽ ഏതോ ആയിരിക്കണം ഉറങ്ങാൻ പാടില്ലാത്ത സൈനികരെ പോലെ ഏതാനും നക്ഷത്രങ്ങൾ ആകാശത്ത് നിരന്നിരുന്നു. ഫ്രാൻസിസിന്റെ ശിഷ്യന്മാർ ഉൾപ്പെടെ എല്ലാവരും ഉറക്കത്തിന്റെ ആലിംഗനത്തിൽ അമർന്നിരുന്നു. നക്ഷത്രങ്ങളോടൊപ്പം ഫ്രാൻസിസും ബ്രദർ ലിയോയും മാത്രം. ലിയോ ഉറങ്ങുന്നില്ല, എങ്കിലും ഉണർവിലല്ല. ഉറക്കത്തിനെതിരെ യുദ്ധം ചെയ്തും തോറ്റും തൂങ്ങിയും ഉണർന്നും. എന്നാൽ ധ്യാനത്തിൽ ഉറഞ്ഞ ഫ്രാൻസിസ് കരിങ്കൽ പ്രതിമ പോലെ ആയിട്ടുണ്ടായിരുന്നു. അനക്കമില്ല. ശ്വാസം പോലും എടുക്കുന്നുണ്ടോ എന്ന് സംശയം. പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ശബ്ദം കേട്ട് ലിയോ പാതി മയക്കത്തിൽ ഉണർന്നു. കാർമേഘത്തിന്റെ ശകലം പോലുമില്ലാത്ത ആകാശത്ത് ഇടിമുഴക്കമോ. ഫ്രാൻസിസിന്റെ അടുക്കലെത്താൻ വെമ്പി ലിയോ. പാറക്കല്ലുകളിൽ ചുവടുകൾ ഉറയ്ക്കുന്നില്ല. ഒരു വല്ലാത്ത പ്രകാശം, മിന്നലിന്റെ വെളിച്ചം ഇത്ര നേരം നിലനിൽക്കുമോ? പെട്ടെന്നൊരു നട്ടുച്ച സംഭവിച്ചിരിക്കുന്നു. അർദ്ധരാത്രിയുണ്ടായ ആ പ്രഭാപൂരത്തിൽ ഇറങ്ങി വരുന്ന ഏതോ രൂപം. ഭൂതമാണോ അത്? അല്ല, ഒരു രൂപം. അതേ, ഒരു ദൈവദൂതൻ. കൈകൾ വിരിച്ചു നിൽക്കുന്ന ഫ്രാൻസിസ് കാൽവരിയിൽ നാട്ടുപെട്ട കുരിശ് പോലെ തോന്നിച്ചു. അനക്കമില്ലാതെ സ്ഫടിക വിഗ്രഹം പോലെ കാണപ്പെട്ട ഫ്രാൻസിസിന്റെ പക്കൽ മാലാഖ എത്തി. എന്തെങ്കിലും സംസാരിച്ചുവോ? അറിയില്ല. എന്തോ സ്പർശിച്ചപ്പോൾ ഞെട്ടിയിട്ടെന്ന പോലെ ഫ്രാൻസിസിൽ നിന്നൊരു തേങ്ങൽ, പിന്നെയും ഒരു തേങ്ങൽ, പിന്നെയും ഒന്ന്, വീണ്ടും ഒന്ന്, പിന്നെ നിശബ്ദത, പിന്നെ എല്ലാം ശാന്തം. മാലാഖ മടങ്ങിയിരിക്കുന്നു. വെളിച്ചം മങ്ങിയിരിക്കുന്നു. അലക്ഷ്യമായി അഴിച്ചിട്ടുന്ന ഒരു വലിയ സ്വർണ്ണ ചിഗരഭാരം പെട്ടെന്ന് വാരിക്കെട്ടി ആരോ മറഞ്ഞതുപോലെ. പെട്ടെന്ന് രാത്രി പുനരാരംഭിച്ചു. പഴയ സെപ്റ്റംബർ രാത്രി. കാവൽ നക്ഷത്രങ്ങൾ ഒന്ന് മിന്നി, പിന്നെ കണ്ണടച്ചു. പ്രാർത്ഥന ചൊല്ലി മയങ്ങിപ്പോകുന്ന കാറ്റ്, നിദ്രാജനകമായ നിശബ്ദത. പക്ഷെ ഫ്രാൻസിസ് നിലത്ത് വീണ് കിടക്കുന്നതാണ് ബ്രദർ ലിയോ കണ്ടത്. ഫ്രാൻസിസ് പ്രാർത്ഥിച്ചിരുന്ന പാറക്കൂട്ടം ഏതാനും നിമിഷത്തെങ്കിലും മെഴുകു പോലെ ആയിത്തീർന്നു. ചൂടുമാറി ഉറയ്ക്കുന്ന പാറകളിലൂടെ കയറി പണിപ്പെട്ട് ഫ്രാൻസിസിന്റെ അടുത്തെത്തി ലിയോ. വിശുദ്ധന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുന്നത് കണ്ട് ലിയോ ഞെട്ടി. ഇരു കൈപ്പത്തുകളിലും ആണിപ്പഴുതുകൾ, ഇരു പാദങ്ങളിലും ആണിപ്പഴുതുകൾ, നെഞ്ചിന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തിയ മുറിവ്. അത്യധികമായ സംഭ്രമവും അത്ഭുതവും ആശങ്കയും ഒക്കെ കലർന്ന ഒരു രൂപമായിരുന്നു അപ്പോൾ ലിയോ. ബോധമറ്റ് കിടക്കുകയായിരുന്നു ഫ്രാൻസിസ്. അല്ല, സാധാരണ മനുഷ്യർക്ക് പ്രാപ്യമല്ലാത്ത ഒരു ബോധത്തിലായിരുന്നു അദ്ദേഹം. ലിയോ താങ്ങിയെടുത്തപ്പോഴേക്കും ഫ്രാൻസിസ് കണ്ണു തുറന്നു. സഹിക്കാൻ വയ്യാത്ത വേദനയാൽ ആ ശരീരം പൊളഞ്ഞു. ആ എല്ലിൻ കൂട്ടിൽ നൊഴുകിയ രക്തത്തിന്റെ 5 ചാലുകൾ 5 പ്രകാശരശ്മികൾ പോലെ പാറയുടെ മുകളിലൂടെ നീണ്ടു. ക്രിസ്തുവിന് മുമ്പിലുള്ള ഏറ്റവും അഗാധമായ തുറക്കപ്പെടലായിരുന്നു അത്. ക്രിസ്തുവിനോട് പൂർണ്ണമായും ഒന്നാവുകയായിരുന്നു ഫ്രാൻസിസ് തന്റെ പഞ്ചക്ഷതങ്ങളിലൂടെ. ആ നിമിഷം മുതൽ അദ്ദേഹം ഒരിക്കലും താൻ തന്നെയായി ജീവിച്ചില്ല എന്നൊരവസ്ഥ വരെ എത്തി ഈ സാൽമീഭാവം. ക്രിസ്തുവിൽ നിന്നും വീണ്ടും ജനിച്ച പൂർണ്ണമായും പുതിയ സൃഷ്ടിയായ ഒരു വ്യക്തിയെ പോലെയാണ് പിന്നീട് അങ്ങോട്ട് അസീസിലെ ഫ്രാൻസിസിന്റെ ജീവിതം. തന്റെ അപ്പൻ പറഞ്ഞു തന്ന ഈ കഥ ബെർഗോളിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. സിസ്റ്റൈൻ ചാപ്പലിലേക്ക് നമ്മൾ തിരിച്ചു പോകുകയാണ്. ബെർഗോളിയുടെ മനസ്സ് മുഴുവൻ നഗ്നമായ മുറിവേറ്റ ആണിപ്പഴുതുകളുള്ള അസീസിലെ ഫ്രാൻസിസ് ആയിരുന്നു. മാപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെണ്ണൽ നടക്കുകയാണ്. 68, 69, 70, 76, 77 3-2 ഭൂരിപക്ഷമായിരിക്കുന്നു. സിസ്റ്റൈൻ ചാപ്പലിൽ നീണ്ട കരഘോഷം. അത് കേട്ട് ബെർഗോളിയാക്കി പരിസരബോധം വന്നു. അദ്ദേഹം സ്വപ്നത്തിൽ നിന്നും ഉണർന്ന് അസീസിലെ ഫ്രാൻസിസിനെ വിട്ട് സിസ്റ്റൈൻ ചാപ്പലിൽ തിരിച്ചെത്തി. വോട്ടെണ്ണൽ തുടരുന്നു. ഇപ്പോൾ കർദിനാൾ ബെർഗോളിയുടെ വോട്ടുകളുടെ എണ്ണം 90. 8 വർഷം മുമ്പ് കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ നേടിയതിനേക്കാൾ 6 വോട്ടുകൾ കൂടുതൽ. അല്പം കഴിഞ്ഞ് പ്രോട്ടോ ഡീക്കനായ കർദിനാൾ ടൗറൻ ബെർഗോളിയായി സമീപിച്ച് മാർപ്പാപ്പ സ്ഥാനം ഏറ്റെടുക്കാൻ സമ്മതമാണോ എന്ന് അന്വേഷിച്ചു. ദൈവം കരുത്തു തരുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കർദിനാൾ ബെർഗോളിയോ സമ്മതം അറിയിച്ചു. ഏത് പേരിലാണ് അങ്ങ് അറിയപ്പെടുക? കർദിനാൾ ക്ലൗദിയോക്കിമസ് ചെവിയിൽ പറഞ്ഞ വാക്കുകൾ വീണ്ടും ബെർഗോളിയുടെ മനസ്സിലേക്ക് വന്നു. ദരിദ്രരെ മറക്കരുത്. ബെർഗോളിയോ ഉത്തരമായി പറഞ്ഞു, ഞാൻ ഫ്രാൻസിസ് എന്ന് അറിയപ്പെടും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.